FM1 Module 4 നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ഓറിഫേസസും പിന്നെ വേഴ്സിനെയും കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓറിഫേസും അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ തിയറിയൊക്കെ നോക്കാം. ഓറിഫേസ് എന്ന് പറയുന്നൊരു ഓപ്പണിംഗ് ആണ്. ഓപ്പണിങ്ങിൽ കൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്നു. അത് സ്മോളും ആവാം ലാർജും ആവാം, സർക്കുലർ ആവാം റെക്റ്റാങ്കുലർ ആവാം, അത് ഫ്രീ ആവാം സബ്മേർജ്ഡ് ആവാം. ഫ്രീ ആൻഡ് സബ്മേർജ്ഡ് എന്നാൽ ഇത് ഡയറക്റ്റ്ലി ആ വെള്ളം ആ ഹോളിൽ കൂടെ ഒഴുകി എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് ചെന്ന് ഒഴുകി പോവുകയാണെങ്കിൽ അത് ഫ്രീ. അല്ലാതെ അത് ഡയറക്റ്റ് ആ വെള്ളം പിന്നെ എന്ത് ചെയ്ത് പിന്നെ ഒരു ബക്കറ്റിലോട്ട് കളക്ട് ചെയ്യപ്പെടുവാണ് അല്ലെങ്കിൽ വേറൊരു ടാങ്കിലോട്ട് പോവാണ് എന്നാൽ അത് സബ്മേർജ്ഡ്. പിന്നെ ഷാർപ്പ് എഡ്ജ്ഡും ഉണ്ട് ബെൽ മൗത്ത്ഡും ഉണ്ട്. അതെന്താണെന്നൊരു പടം വെച്ച് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഷാർപ്പ് എഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ഷാർപ്പ് എഡ്ജ്ഡ് ആയിരിക്കും ആ സ്മോൾ ഓപ്പണിങ്ങിൻ്റെ അവിടെ. അതേസമയം ഈ ഷാർപ്പ് എഡ്ജ് തിരിച്ചു വന്നാൽ ഇതൊരുമാതിരി വെള്ളം ഒരു ബെല്ല് പോലെ പോവും. അതാണ് ബെൽ മൗത്ത്ഡും ഷാർപ്പ് എഡ്ജ്ഡും തമ്മിലുള്ളത്. പിന്നെ സ്മോളും ലാർജും നമ്മൾ ക്ലാസിഫൈ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ ടോട്ടൽ ഹൈറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 5 times ദ ഡയമീറ്റർ ഓഫ് ദ ഓറിഫേസ് ആണെങ്കിൽ അത് സ്മോള് അല്ലെങ്കിൽ നമ്മൾ തന്നെ ലാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഇനി ഒരു ഷാർപ്പ് എഡ്ജ്ഡ് സ്മോൾ ഓറിഫേസിൻ്റെ ഇക്വേഷൻ നോക്കാം. അത് പറയുന്നതിന് മുന്നേ ഈ വെള്ളം വന്ന് ഈ നമ്മുടെ ഓറിഫേസിൽ കൂടെ പോവുമല്ലോ, അപ്പോൾ ആ സമയം ഈ ഷാർപ്പ് എഡ്ജ്ഡ് ആകുമ്പം ചെറിയൊരു കോൺട്രാക്ഷൻ സംഭവിക്കും. കണ്ടില്ലേ, ഇങ്ങനെ പോകുമ്പോൾ ഒരു വെള്ളത്തിന് ചെറിയൊരു കോൺട്രാക്ഷൻ ഇവിടെ സംഭവിക്കില്ലേ? ആ കോൺട്രാക്ഷൻ സംഭവിക്കുന്ന ആ സ്ഥലം ആണ് എന്താണ് വിത്ത് സ്മോളസ്റ്റ് ക്രോസ് സെക്ഷൻ. ഏരിയ സ്മോൾ ആകുമ്പോൾ എന്താണ് വെലോസിറ്റി നന്നായിട്ട് കൂടും. അപ്പോൾ മാക്സിമം വെലോസിറ്റിയും സ്മോൾ ക്രോസ് സെക്ഷൻ ഉള്ള ആ സ്ഥലത്തിനാണ് നമ്മൾ വെന കോൺട്രാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ ഒന്നും അങ്ങനെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ മോഡ്യൂളിൽ സത്യം പറഞ്ഞാൽ ഒരു വേറിനെ മാത്രമാണ് റിപ്പീറ്റഡ്ലി ചോദിക്കാറ്. അല്ലാതെ ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ആ ഇക്വേഷൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gh. അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു CV എന്നൊരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം CV ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി. നമ്മൾ നേരത്തെ പഠിച്ച സെയിം വെലോസിറ്റി തന്നെയാണ് വെള്ളത്തിൻ്റെ. അപ്പം CV എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വൽ ബൈ തിയററ്റിക്കൽ. നമുക്കിത് ഈ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു പിറ്റോ ട്യൂബ് കൊണ്ട് അവിടെ വെച്ചാലും നമുക്ക് എന്താണ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഈ കോഎഫിഷ്യൻസ് ആണ്. ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നോക്കാം നമുക്ക് നെക്സ്റ്റ്. CV എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മളൊരു ടബിൽ ഫുള്ള് വെള്ളം നിറച്ചു. അപ്പോൾ ഒരു ഹൈറ്റ് h താഴെ നമ്മളൊരു സ്മോൾ ഓറിഫേസ് അവിടെ കൊടുത്തു. അപ്പോൾ എന്താണ് പിന്നെ വെള്ളം അതിൽ നിന്ന് ചീറ്റി പുറത്തോട്ട് വീഴുകയാണ്. സ്മോൾ ഓറിഫേസിൽ പോകുമ്പോൾ അതൊരു പാരാബോളിക് ഷേപ്പിലാണ് പോകുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഒന്ന് ഗ്രൗണ്ടിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ഡിസ്റ്റൻസ് എക്സും ആ ഒരു എലിവേഷൻ എന്ന് പറഞ്ഞാൽ വൈയും ആണ്. പിന്നെ വെന കോൺട്രാക്ടർ ഫോം ചെയ്യുന്നത് ഒരു d/2 ഡിസ്റ്റൻസ് ഫ്രണ്ടിലാണ്. കാരണം കറക്റ്റ് സ്മോൾ ആയിട്ട് ഇവിടെ d/2ലാണ് വെന കോൺട്രാക്ടർ അപ്രോക്സിമേറ്റ്ലി ഫോം ചെയ്യുന്നത്. അപ്പം നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി വിയിലാണ് അത് പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. അത് നമ്മുടെ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇനി y എന്ന് പറയുന്നത് ½ ആണ്. കാരണം നമ്മൾ പണ്ട് 12th പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പാരാബോളിക് ആയിട്ട് പോകുന്നതിൻ്റെ ഹൈറ്റിൻ്റെ ഇക്വേഷൻ ut + ½ ആണെന്ന്. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. കാരണം ഇത് സ്റ്റാഗ്നൻ്റ് ആയിട്ടല്ലേ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി പോവും. പിന്നെ ഹാഫ് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് ½ അങ്ങനെയാണ് y ½ വന്നത്. അപ്പം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അറിയാം t എന്ന് പറയുന്നത് x/v ആണെന്ന്. അപ്പോൾ നമ്മൾ ആ x/v എന്ത് ചെയ്ത് ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ½ g × x²/v² എന്ന് കിട്ടി. അപ്പോൾ v² നമുക്ക് ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്താൽ gx²/2y എന്ന് കിട്ടും. നമുക്ക് പിന്നെ അറിയാം ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് CV × √2gh ആണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ സ്ക്വയറിനെ ഈ v² അങ്ങോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താവും CV² × 2gh = gx²/2y. അപ്പോൾ എന്താണ് CV² = x²/4yh എന്ന് വരത്തില്ലേ? അതിൽ നിന്ന് CV = ഇതിൻ്റെ ഹോൾ റൂട്ട് x²x ആവും. അപ്പോൾ √4hy. അങ്ങനെയാണ് CV = x/√4hy എന്ന് വന്നത്. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ പഠിച്ചു വെച്ചേക്കണം.
നമുക്കപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A sharp-edged circular orifice of 7.5 mm is provided in a tank containing water to a height 1.2 meter above the orifice. The jet strikes a wall 1.2 meter away and 0.25 meter vertically below the center line of the contracted section of the jet. The actual discharge through the orifice is measured to be 40 liters of water in 5 minutes. Find the orifice coefficients and power lost at the orifice. അപ്പോൾ നമ്മളിവിടെ കോഎഫിഷ്യൻസും പവർ ലോസ്റ്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ പറഞ്ഞു ഒരു ഷാർപ്പ് എഡ്ജ്ഡ് സർക്കുലർ ഓറിഫേസ് ഡയമീറ്റർ തന്നിട്ടുണ്ട് 7.5 mm. എത്രയാണ് ഹൈറ്റ്? 1.2 meter above. അപ്പോൾ ഓറിഫേസിന് മുകളിലുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് 1.2 meter ആണ്. എന്നാൽ ഈ ജെറ്റ് എന്ത് ചെയ്യും? സ്ട്രൈക്സ് ദ വാൾ അറ്റ് 1.2 meter എവേ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് 1.2 ആണ് ആൻഡ് 0.35 meter വെർട്ടിക്കലി ബിലോ ദ സെൻട്രൽ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈ 0.35 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? പിന്നെ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് 40 liters ആണ് 5 minutes എന്ന്. അപ്പം ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിവൺ അല്ല എഴുതുക. ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നു, നമുക്ക് അപ്പം തന്നെ ഏരിയ കണ്ടുപിടിച്ചിരിക്കാം ആ ഓറിഫേസിൻ്റെ. അതാണ് സ്മോൾ എ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ചെയ്താൽ പോരെ. അപ്പോൾ അല്ലെങ്കിൽ π/4 d² ചെയ്ത് നമുക്ക് ഏരിയ കിട്ടി. H തന്നിട്ടുണ്ട് 1.2 എന്ന്, എക്സും 1.2 ആണ്, y 0.35 എന്ന് തന്നു. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ആക്ച്വൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അത് പക്ഷെ തന്നത് എങ്ങനെയാ? 40 liters in 5 minutes എന്നാണ് തന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ലിറ്റേഴ്സിനെ മീറ്റർ ആക്കാൻ 10⁻³ ബൈ അത് എത്ര 5 minutesലാണ്. അപ്പോൾ 5 × 60 സെക്കൻഡ്സ് ആക്കാൻ വേണ്ടി. അപ്പം എനിക്ക് എന്ത് ചെയ്തു? μ³ per second കിട്ടും. ഇനി എനിക്കറിയാം എൻ്റെ കോഎഫിഷ്യൻറ്റ് CV എന്ന് പറയുന്നത് x/√4hy ആണെന്ന്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 1.2, 4, h എന്ന് പറഞ്ഞാൽ 1.2, y എന്ന് പറഞ്ഞാൽ 0.35. എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? CV കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ തന്നെ പവർ ലോസ്റ്റ് കണ്ടുപിടിക്കണം. പവർ ലോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ WQHF ആണ്. HF എന്ന് പറയുന്നത് ഈ ഇക്വേഷൻസ് നിങ്ങൾ ഇത് പഠിക്കേണ്ടതാണ്. HF എന്ന് പറഞ്ഞ ഒരു ലോസ് ആണ്. HF എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു H × 1 - CV². ഇതൊരു ഫോർമുലയാണ് വിച്ച് യു ഹാവ് ടു സ്റ്റഡി. അപ്പോൾ ഹെഡ് നമുക്കറിയാം, CV നമ്മൾ കണ്ടുപിടിച്ചു, അപ്ലൈ ചെയ്ത് നമുക്ക് HF കിട്ടും. HF കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ W എന്ന് പറയുന്നത് 9810 ആണ്, വെള്ളമാണ്. സോ 9.81 × 1000 ആണ് വെയിറ്റ് ഇൻറ്റു Q നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചു, HF ഇപ്പോൾ കണ്ടുപിടിച്ചു. ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് പവർ ലോസ്റ്റ് കിട്ടും. സോറി, ഇത് ഇച്ചിരി ഡിസോറിയൻറ്റഡ് ആയിട്ട് സൈഡിലോട്ട് എഴുതിയൊക്കെയാണ്. ഇവിടെ പേജ് തീർന്നുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എഴുതിയതാണ്. ഓക്കെ, അപ്പം CV². ഇനി അപ്പം നമുക്ക് CV കഴിഞ്ഞു, പവർ ലോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ബാക്കി 2-3 കോഎഫിഷ്യൻ്റ് ഉണ്ട്. CD കണ്ടുപിടിക്കണം. CD എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് ഇതേ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. തിയറിറ്റിക്കൽ ഡിസ്ചാർജിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ A × ഏരിയ ഇൻറ്റു തിയറിറ്റിക്കൽ വെലോസിറ്റി. അപ്പോൾ സ്മോൾ ഏരിയ ഓഫ് ദ ഓറിഫേസ് നമ്മൾ ഓൾറെഡി ഇതേ നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞായിരുന്നു. നമുക്ക് ഡയമീറ്റർ കിട്ടിയപ്പം ആ ഏരിയ ഓഫ് ദ ഓറിഫേസ് ഇൻറ്റു തിയറിറ്റിക്കൽ വെലോസിറ്റി. തിയറിറ്റിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gh. അപ്പോൾ 2 × 9.81 × h. അപ്പം നമുക്ക് VH കിട്ടി, അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ്? എനിക്ക് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് കിട്ടും. അപ്പം ഞാൻ CD എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. അത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? CD കിട്ടി. ഇനി CC എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ CV ഉണ്ട്, CD ഉണ്ട്, CC ഉണ്ട്, CR ഉണ്ട്. അപ്പോൾ CV ആയി, CD ആയി. ഇനി നമുക്ക് വേണ്ടത് CC ആണ്. CC എന്ന് പറഞ്ഞാൽ CD/CV. അത് ഓർത്ത് വയ്ക്കാം. നമുക്കിവിടെ നേരത്തെ ഇപ്പം നമുക്ക് CD കിട്ടി, CV നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ CD/CV ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? CC കിട്ടും. അതുപോലെ CR എന്നൊരു കോഎഫിഷ്യൻ്റും ഉണ്ട്. CR എന്ന് പറഞ്ഞ കോഎഫിഷ്യൻ്റ് 1/CV² - 1. അപ്പോൾ നമുക്ക് എന്തായിട്ടും CRും കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ആക്കി വെച്ചാൽ മതി. കോഎഫിഷ്യൻസിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. ആൻഡ് ഈ ഇത്രയും ഫോർമുലാസ് അറിഞ്ഞിരുന്നാൽ മതി. ഏതൊക്കെയാ? CVയുടെ, CDയുടെ, CCയുടെ, CRൻ്റെ, പിന്നെ പവർ ലോസ്റ്റിൻ്റെ, HF. ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ
ഇത് ഈ ഇക്വേഷൻസ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ.